ഹലോ ഗായ്സ്, വെൽക്കം ടു ദി വ്ലോഗ്. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, അതിൻ്റെ വിശേഷങ്ങൾ. അന്നേരം ഇന്ന് രാവിലെ എണീച്ച് ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചു കേട്ടോ. നേരത്തെ എണീച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി, കുറച്ച് പ്ലാനിങ്ങും തീരുമാനങ്ങളും ഒക്കെ നടപ്പിലാക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഏറ്റവും വലിയ കാര്യമാണ് നമ്മുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയെന്ന്. നമുക്ക് എപ്പോഴും ഒരു ആവേശമാണ് കേട്ടോ ഓരോ ഡിസിഷൻസ് എടുക്കുകയെന്ന് വെച്ചാൽ. നാളെ തൊട്ട് രാവിലെ എണീക്കുക, അല്ലെങ്കിൽ നാളെ തൊട്ട് സിസ്റ്റമാറ്റിക്കായിട്ടിരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ വ്ളോഗുകൾ ചെയ്യുക, അങ്ങനെയൊക്കെ. എൻ്റെ വീട്ടിൽ പുതിയൊരു അതിഥിയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ ഫ്രെയിം. എൻ്റെ ഫേവറേറ്റ് ഈ ശ്രീകൃഷ്ണനും ഈ രാധയ്ക്കും ഒരു പ്രത്യേക ചൈതന്യമാണ്. ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സമയം പോകുന്നത് അറിയുന്നില്ല. ആക്ച്വലി ഞാനിത് മേടിക്കാൻ വേണ്ടി കടയിൽ പോയതല്ല, ഇത് കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചുകൊണ്ട് വരുന്നതാണ്. ഇവിടുത്തെ മിക്ക സാധനങ്ങളും അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ഒരു പേർപ്പസ്ഫുള്ളി മേടിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിയുമ്പം ഒന്നും ശരിയാവില്ല. പക്ഷേ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അന്നേരം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഫുൾ റാൻഡം വീഡിയോസാണ് കേട്ടോ. എൻ്റെ ഒരു ശനി ഞായറും ഞങ്ങളിങ്ങനെ പല എടുത്ത് പോയതൊക്കെ ഒരു അടുക്കും ചിട്ടയും ഈ ഒരു വീഡിയോയിലില്ല, ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് വിചാരിച്ചാൽ രാവിലെ തന്നെ ഞാൻ എണീച്ച് ഇഡ്ഡലി കുട്ടൂത്തിനകത്ത് ഇഡ്ഡലിയൊക്കെ മാവൊക്കെ ഒഴിച്ച് വെച്ചിരുന്നു. കറക്റ്റ് 20 മിനിറ്റ് ആട്ടോ ആ ഒരു ടൈമിങ്. 20 മിനിറ്റ് കഴിഞ്ഞു, എൻ്റെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ കുളിക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ചൂടെന്ന് വിചാരിച്ചാൽ അത്യാവശ്യം ഭയങ്കര ചൂട്. ഇപ്പം 6 മണിക്ക് എണീച്ചുകൊണ്ട് വന്ന് സാമ്പാറും എനിക്ക് വെക്കാൻ പറ്റി. സാധാരണ ഞാൻ സാമ്പാർ വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയാണ് എല്ലാ ദിവസവും രാവിലെ കഴിക്കുക. ഇന്ന് ഫ്രഷ് ആയിട്ട് തന്നെ ഇഡ്ഡലിയും സാമ്പാറിൻ്റെ ഒരു ഡൈ ഹാർട്ട് ഫാനാണ് നമ്മുടെ സാത്തിക്കുട്ടി. അന്നേരം രാവിലെ തന്നെ മല്ലി കഴുകി ഞാൻ പുറത്തിട്ടിരുന്നു. പക്ഷേ ഇത്രയും വെയിലായിട്ട് പോലും ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. അന്നേരം ഈ ചാരുകസേര ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ, ഞങ്ങളൊന്നും അധികം ഇരിക്കാത്തൊരു ചാരുകസേരയാണ്. അന്നേരം ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് മല്ലി എടുത്ത് വെക്കാം. ഈ മല്ലി കഴുകുന്നതും ആ ഒരു ഡേ സിസ്റ്റമാറ്റിക്കലി വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കും. പക്ഷേ എന്താണെന്ന് പറയുക, ഇതൊക്കെ കുറേ ദിവസത്തിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സിസ്റ്റമാറ്റിക്കലി ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നടക്കുന്നില്ല പല കാര്യങ്ങളും. ഇനിയെങ്കിലും വീഡിയോസെങ്കിലും അറ്റ്ലീസ്റ്റ് അടുപ്പിച്ചടുപ്പിച്ച് ഇടണമെന്ന് വിചാരിക്കും. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മുടെ നൈറ്റ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ സമയം എങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിയുമ്പോൾ 9:30. ഇനി കുറച്ച് ഞാൻ പറഞ്ഞില്ലേ റാൻഡം വീഡിയോസ് ആയിരിക്കും ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ആഡ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് വിചാരിച്ച് ഈ ചാനൽ തുടങ്ങിയപ്പം കുറേ പേരെ ഞാൻ PSC പഠിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യമേ ഈ ഒരു ചാനൽ തുടങ്ങിയത്. അങ്ങനെ കുറേ നാൾ പഠിച്ചു, എനിക്കെന്തോ കിട്ടിയില്ല. അത് കിട്ടാത്തത് എൻ്റെ കയ്യിലുള്ള ഇതുകൊണ്ടാണ്. എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് കണ്ട് ഒരുപാട് പേര് എഴുതിയെടുത്തവരുണ്ട് കേട്ടോ, ഇൻസ്പയറായിട്ട് സിസ്റ്റമാറ്റിക്കലി എഴുതി പഠിക്കുന്നതും എടുക്കുന്നതും. പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് ഇത്ര തിരക്കുള്ള ജോലിയൊന്നും ഇല്ലായിരുന്നു, വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇഷ്ടംപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷെ ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ആയപ്പോൾ എന്താ ഒരു പ്രശ്നമെന്ന് വിചാരിച്ചാൽ, നമ്മുടെ ഒരു 4 മണി ഒക്കെ ആകുമ്പോഴാണ് ജസ്റ്റ് ഒന്ന് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 10-11 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഉറക്കം നിന്നില്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഭയങ്കര തലവേദന, ക്ഷീണം, അതുപോലെ തന്നെ നമുക്കൊരു എനർജി കുറവായിരിക്കും ഉള്ളത്. കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്ന ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോകണമെന്ന്, അതൊന്നും നടക്കാറില്ല കേട്ടോ പലപ്പോഴും. ഇപ്പം എൻ്റെ മൈൻഡാണ് ഏറ്റവും വലിയ ടു ഡു ലിസ്റ്റ്. ആ ഒരു ജേണൽ എന്ന് പറയുന്നത് എല്ലാം മൈൻഡിൽ സൂക്ഷിക്കണം. പക്ഷേ ഈ ഇടയായിട്ട് ഭയങ്കരമായ മറവി. ആ മറവി കാരണം ഞാൻ വിചാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഞാൻ അലസമായി സോഷ്യൽ മീഡിയയിൽ സമയം കണ്ടെത്തോണ്ടായിരിക്കും. ചില സമയം ടി വിയൊക്കെ മണിക്കൂറുകളോളം ഇങ്ങനെ കണ്ടേക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഞാൻ ടു ഡു ലിസ്റ്റായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി കുറച്ച് നേരം വർക്ക് ചെയ്യണം. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് ബാലൻസ് അല്ലെങ്കിൽ പെൻഡിങ് വർക്ക് ഉണ്ടെങ്കിൽ ഞാനത് പകൽ കയറി ഏകദേശം എല്ലാം തീർക്കും. പിന്നെ ക്ലൈമറ്റ് അനുസരിച്ചും കയറാറുണ്ട് കേട്ടോ പകലിലെ ജോലി. കാരണം നമുക്ക് ഇടിവെട്ട് മഴയൊക്കെ എന്ന് ചോദിച്ചാൽ ഈ രാത്രി 7 മണി തൊട്ട് 6 മണി വരെ ആ ഒരു സമയത്തല്ലേ. അപ്പോൾ അങ്ങനെ വല്ല ഭയങ്കര റഷായിട്ടുള്ള വർക്ക് ഉണ്ടെങ്കിൽ പകൽ കയറിയിരുന്ന് ചെയ്ത് തീർക്കും. ഇതെന്ന് വിചാരിച്ചാൽ ഞാനും സത്യം കൂടെ ഒരു ദിവസം ഞാൻ ഈ ഷോപ്പിൽ പോയതാണ് കേട്ടോ. ഷോപ്പിൽ മെയിനായിട്ട് പോയെന്ന് വിചാരിച്ചാൽ എൻ്റെ വണ്ണം കൂടുന്നതോടെ എനിക്ക് ഡ്രസ്സൊക്കെ ഒന്നും പാകമാവുന്നില്ല. അപ്പോൾ പുതിയതെന്തെങ്കിലും മേടിക്കണമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങളുടെ ഒരു തീരുമാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ ദിവസമാണ്. എന്താണ് ആ വലിയ തീരുമാനമെന്ന് വിചാരിച്ചാൽ, ആഴ്ച ഒരു ദിവസം അമ്പലത്തിൽ പോവുക.
ഞങ്ങളിങ്ങനെ വിശേഷ ദിവസങ്ങളിൽ മാത്രം അമ്പല ദർശനം നടത്തുന്ന ആൾക്കാരാണ് കേട്ടോ. വിഷു, ഓണം, ഉത്സവം ഇതെല്ലാം വെക്കുമ്പം ആണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ പരിസരത്തിലോട്ടേ പോകത്തില്ല. അപ്പോൾ അതൊക്കെ മാറ്റി ആഴ്ച ഒരു ദിവസം നന്നായി കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് പോവാണ്. ഇത് നമ്മുടെ താത്തിക്കുട്ടി എന്ന പേഴ്സാണ് കേട്ടോ. ഇപ്പോൾ പേഴ്സ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് കുറേ പേര് പറയാറുണ്ട് ഫിൽറ്റർ ഇടാതെ കാണിക്കണമെന്ന്. ഫിൽറ്റർ ഇടാതെ നല്ല വെട്ടത്തിൽ കാണിച്ചാലേ എന്തെങ്കിലും ഒരു ഭംഗി കിട്ടത്തുള്ളൂ. പിന്നെ അവൾ തന്ന നെയിൽ പോളിഷും കൂടിയാണ് കേട്ടോ. അപ്പോൾ സാത്തിക്കുട്ടിയുടെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ അടിപൊളിയാണ്. ഇത് ഞാൻ സൈഡിൽ കുത്തിയിരിക്കുന്ന സാത്തിയുടെ ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ അമ്പലം. ഇത് മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. അതായത് നമ്മൾ ആ ഒരു മൂർത്തിയുടെ ആ സമയം കൊണ്ട് ശക്തി പ്രാപിക്കുന്ന സമയങ്ങളുണ്ട്. അപ്പം ഇവിടെ ഇപ്പം ദേവൻ നല്ല ശക്തി പ്രാപിച്ചിരിക്കുകയെന്ന് പറയുന്നത്. എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കറിയാവുന്ന കുറേ പേര്, ഒന്ന് എൻ്റെ അമ്മ, ഒന്ന് എൻ്റെ നെയ്ബർ, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കര ടഫാണ്, അത് നടക്കില്ല എന്ന് അവർ വിചാരിച്ച, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് തോന്നിയ പല കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ വന്ന് കൃത്യമായി പ്രാർത്ഥിച്ച് വഴിപാടുകളൊക്കെ നേർന്ന് അവർ പോറ്റി പറയുന്ന കണക്കെല്ലാം ചെയ്തിട്ട് കറക്റ്റായി എല്ലാം തിരിഞ്ഞ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം അവർ തിരിഞ്ഞല്ല, അനുകൂലമായിട്ട് തന്നെ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് അമ്പലത്തിലൊക്കെ പോകാനും എടുക്കാനൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. അപ്പം അതുകൊണ്ടൊന്നും അല്ല കേട്ടോ, ഒരു അമ്പല വിസിറ്റിംഗ് എന്തായാലും വേണമല്ലോ. അന്നേരം ഞാൻ വീട്ടിലേക്ക്, എൻ്റെ എൻ്റെ കുടുംബ വീട്ടിലേക്കാണ് തിരിച്ചു വന്നത്. ഇത് വൈകുന്നേരം ആയപ്പം സാത്തിക്കുട്ടിയുടെ വക ഞങ്ങൾ സാറ്റർഡേ സൺഡേ ഇവിടെ വിളക്ക് കത്തിക്കാൻ നേരം അവൾ പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. അവൾക്ക് കൊച്ചിലേ തൊട്ട് അമ്മാമ്മയുടെ കൂടെ ഇങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണതും ആ മന്ത്രങ്ങളും അതൊക്കെ കുറച്ചൊക്കെ അറിയാം കേട്ടോ. എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പിന്നെ അവൾക്ക് എപ്പോഴും ഇങ്ങനെ മണി അടിച്ച് നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാലേ ഒരു ഹാപ്പിനെസ് ഉള്ളൂ. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന്, ഞാൻ നേരത്തെ വീട്ടിൽ പോയത് കണ്ടില്ലായിരുന്നു. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ജ്യൂസ് കൊണ്ടുവന്നായിരുന്നു. അവിടെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പഴുത്ത് കഴിയുമ്പം അമ്മ ജ്യൂസ് അടിച്ച് അവിടെ ചെല്ലുമ്പം എപ്പോഴും കാണാറില്ല വീഡിയോയിൽ അത് തരും. അത് നല്ല കേട്ടോ. നമ്മളിപ്പം റെഡിമെയ്ഡായിട്ടാണല്ലോ കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കുന്നത്. എല്ലാം അങ്ങ് റെഡി ടു ഈറ്റും അങ്ങനത്തെ വെജിറ്റബിൾ ആണെങ്കിൽ പോലും എല്ലാം കട്ട് ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ മാവിൽ നിന്ന് ആ മാങ്ങ പഴുത്ത് അതിൻ്റെ ഒരു ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എവിടെ ചെന്നാലും കിട്ടില്ല. ഇനി അടുത്തതെന്ന് വിചാരിച്ചാൽ ഇതെന്ന് വിചാരിച്ചാൽ ഒരു വിശേഷപ്പെട്ട ജോലിയാണ്. ചീപ്പ് കഴിവല്ലേ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒത്തിരി ചീപ്പുണ്ട്. അപ്പോൾ എല്ലാം അഴുക്ക് പിടിക്കുക എന്ന് കാണുമ്പം നമ്മുടെ ഒരു ബ്രഷ്, നമ്മുടെ പല്ലിയേക്കുന്ന ഒരു ബ്രഷില്ലേ, അതായത് പഴയ ബ്രഷുകൾ അല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ഇതിന് വേണ്ടി മാറ്റി വെച്ചാലും മതി. എന്നിട്ട് ആഴ്ച ഒരു ദിവസം ആഴ്ച ഒരു ദിവസമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ചീപ്പ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അഴുക്കായ പോലെ തോന്നുന്നില്ലേ, അന്നേരം എല്ലാം ഞാൻ ഇങ്ങനെ ഹാൻഡ് വാഷാണ് ഇട്ട് ഇത് ചെയ്യുന്നത്. അന്നേരം സാത്തിക്കുട്ടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചീപ്പൊക്കെ പറക്കിക്കൊണ്ട് വന്നിട്ട് ഇത് അത് കഴിവെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് കഴിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൊറിയൻ വ്ലോഗ്സ് എന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ചീപ്പ് കളക്ഷൻസൊക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. പിന്നെ എനിക്കിങ്ങനെ മിനിമൽ കാര്യങ്ങളാണ് ഇഷ്ടം. അതായത് ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് കളയുക. അത് തന്നെ ഏറ്റവും ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യം. എങ്കിലും ഇവിടെ ആണെങ്കിലും ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി ഉച്ചയ്ക്ക് ഇതൊക്കെ പഴയ കറികളാണ്. ഇത് ബീട്രൂട്ട് തോരൻ. ഇവിടെ ബീട്രൂട്ടും ക്യാരറ്റും ഞാൻ മസ്റ്റായിട്ട് ആഴ്ച ഒരു ദിവസം ആഴ്ച ഒരു ദിവസം അല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിപ്പിച്ചിരിക്കും. ആഴ്ച ഒരു ദിവസം ചെന്ന് പുറത്തുനിന്ന് മേടിക്കും. അതും ചിക്കനും ചോറുമാണ് കേട്ടോ ഇന്നത്തെ വിഭവം. അപ്പം ഇത്ര പെട്ടെന്ന് എങ്ങനെ ആയെന്ന് വിചാരിച്ചാൽ ചോറ് ഫ്രിഡ്ജിലിരുന്ന്, ഇതെല്ലാം ഫ്രിഡ്ജിലിരുന്ന ഐറ്റമാണ് കേട്ടോ. 2 ദിവസം കൂടുമ്പം വെച്ചാലുള്ള ഗുണം അങ്ങനെയാണ്. പിന്നെ ഇതെന്ന് വിചാരിച്ചാൽ അത് എന്തായിരുന്നു, നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറാണ് കേട്ടോ. എൻ്റെ നെയ്ബർ അച്ചാറിട്ട് തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി ഇതെന്ന് വിചാരിച്ചാൽ രാത്രിത്തെയാണ്. രാത്രി ഞാൻ ചെന്ന് നോക്കി ഇവിടെ സാത്തിക്കുട്ടിക്ക് എന്താ പരിപാടിയെന്ന്. അവളുടെ അലമാര ഏകദേശം ഇങ്ങനെ എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടേക്കുന്നത്. അപ്പോൾ ഒരു ഡ്രോ അവൾ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് ഈ ഒരു ഡ്രോ ഒതുക്കിയിട്ടില്ല. ഇപ്പോഴത്തെ യൂണിഫോം ഇടുന്ന ഡ്രോയും ഒതുക്കിയിട്ടുണ്ട്. അന്നേരം ഇനി അടുത്ത അവളുടെ പരിപാടി എന്ന് വിചാരിച്ചാൽ ഇത് ഞാനും കൂടെ സഹായിച്ചായിരുന്നു കേട്ടോ. അവളെ ഇങ്ങനെ പറക്കി എടുത്തുകൊണ്ട് വരും, ഞാനത് കറക്റ്റായിട്ട് മടക്കി കൊടുക്കും, അവൾ തിരിച്ചടക്കി വെക്കും. ഇത്രയും പരിപാടിയാണ് അവിടെ കഴിഞ്ഞത്. പിന്നെ രാത്രിയായപ്പം ഇനി കിച്ചണിലുള്ള പരിപാടി. അപ്പം ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല.
സാത്തി എൻ്റെ കൂടെ വന്നിരുന്ന് അത് കളിക്കുന്നു ഇത് കളിക്കുന്നു, പിന്നെ സ്റ്റൂളിടുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഇതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫ്രില്ലാണ് കേട്ടോ. ഇത് ലുലുവിൽ ഓഫറിൽ മേടിച്ചതാണ്. ഫ്രില്ലിട്ടിട്ട് ഇതെല്ലാം കൂടെ ആഴ്ച ഒരു ദിവസമാണ് ഞാൻ റീഫിൽ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഡിഷ് വാഷറിൻ്റെ ആ യൂസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് അടിപൊളി സാധനം എന്ന് വെച്ചാൽ അടിപൊളി സാധനം. അതിൻ്റെ ഇപ്പുറത്തോട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് സ്ക്രബ്ബറും വെക്കാം. അപ്പോൾ വേറൊരു സ്ഥലമൊന്നും നമുക്ക് വേണ്ടി വരത്തില്ല. അതിനുശേഷം ഞാൻ യൂട്യൂബൊക്കെ ഇട്ട് കുറേ ചാനലൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ പാത്രം കഴുകലൊക്കെ ഇത് ചെയ്യുന്നത്. പക്ഷെ ചില സമയമുണ്ടല്ലോ എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് വേദന എടുക്കും. അന്നേരം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഡിയോ ബുക്സ് കേൾക്കും. ഇപ്പം ഞാൻ മലയാളത്തിലെ കുറച്ച് പഴയ നോവൽസൊക്കെ കേൾക്കാറുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു ഭാഗമായിരുന്നു കത്തെഴുതുന്നത്. എനിക്ക് ഇപ്പം ആരും അങ്ങനെ കത്തെഴുതത്തില്ലല്ലോ. പക്ഷെ പെൻപാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഉണ്ട് സംഭവം. എങ്കിലും നമ്മൾ കത്തിൽ കൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അത് ഈവൻ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ നോവൽസിലൊക്കെ ഇങ്ങനെ കത്തിനെ കുറിച്ച് അവരങ്ങോട്ടും ഇങ്ങനെ ചെറിയൊരു മൊമെൻറ്റ്സ്, ഇപ്പം നോക്കുന്നു, മുടി വന്ന് വീഴുന്നു, പിന്നെ കാറ്റടിക്കുന്നു, ഇങ്ങനെ വല്ല നമ്മുടെ ജീവിതത്തിലെ സിമ്പിൾ എക്സ്പ്രഷൻസൊക്കെ ഇങ്ങനെ നോവൽ ബേസിൽ പറയുമ്പം എനിക്കത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഒരു നോവൽ അഡിക്ഷൻസ് ഇങ്ങനെ വരും. പിന്നെ ചില സമയം ബോറിങ്, കുറേ കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഓഡിയോ ബുക്സിൽ കുറച്ച് മോട്ടിവേഷണൽ ബുക്ക് സ്റ്റോറിയും ഇതൊക്കെ കാണും. അപ്പോൾ അടുക്കളയിലുള്ള പാത്രം കഴുകലൊക്കെ അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഇനി ഇതെന്ന് വിചാരിച്ചാൽ ഇത് മെഡിമിക്സ് സോപ്പാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ടബ് കഴുകാൻ വേണ്ടി ഞാനിപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കുളിക്കുന്ന സോപ്പില്ലേ അതിട്ടിട്ടാണ് ടബ് കഴുകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സോഡ, വാഷിംഗ് സോഡയും അതൊക്കെ ചിലവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ടബിൻ്റെ കളറിന് വ്യത്യാസം വരുന്നുണ്ട്. അന്നേരം ചേച്ചിയുടെ അവിടെ ഞാൻ പറഞ്ഞില്ല റിനോവേഷനൊക്കെ നടത്തിയപ്പം അവർ പറഞ്ഞത് ഇതേ കണക്കാണ്. നമ്മൾ ഒന്നെങ്കിൽ സോപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ വിം ലിക്വിഡ് അത് മാത്രമേ യൂസ് ചെയ്യാവുന്നു. പിന്നെ ഒരുപാട് അഴുക്കായിട്ടുള്ള ടബ് മാത്രമേ അല്ലാതെ കഴുകാവുന്നു. ഇതാണ് എൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആപ്രിൻ. ഇത് ഞാൻ ഈയിടെ മേടിച്ചതാണ് കേട്ടോ. എൻ്റെ പഴയതിനകത്തുള്ള വള്ളി പൊട്ടിപ്പോയി. അന്നേരം സാത്തിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ബ്ലൂ എടുത്ത് വെച്ച് കാണിക്കുന്നത്. ആ ബ്ലൂ ഞാൻ കളഞ്ഞിട്ടില്ല. ഇത് കൊള്ളാം കേട്ടോ, ഒരു പോക്കറ്റ്. ഇത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അടുക്കളയിൽ ഇവിടെ ഞാൻ തൂക്കിയിടും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സഞ്ചിയും ഇതും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാത്തിക്കുട്ടി ഉറങ്ങാനായിട്ട് മൂട് വന്ന് നേരെ കയറി കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.